കെ.എം. ഷാജിയുടെ പ്രസംഗം കേൾക്കാനായിട്ട് ഇനി ആര് പോകും എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രസംഗമൊക്കെ നമ്മൾ വെറുതെ തെരുവിൽ പറയുന്ന ഡയലോഗല്ലേ, ചപ്പടാച്ചികളല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ല, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളൊക്കെ വിശ്വസിക്കാമോ മണ്ടന്മാരെ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഈ പറയുന്ന പോലെ തീപ്പൊരി നേതാവും പ്രാസംഗികനുമാണ് കെ.എം. ഷാജി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ തള്ളൊക്കെ കേൾക്കാൻ ഇനി ആര് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ കാണിക്കാം, അതിനുശേഷം ഞാൻ മറ്റൊരു വീഡിയോയും കൂടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കാണിക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. ഇദ്ദേഹത്തിന് ഇതിലും ഗംഭീരമായിട്ടുള്ള പ്രസംഗമുണ്ട്, പക്ഷേ ആദ്യത്തെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ തൽക്കാലം നിങ്ങളെ കേൾപ്പിക്കുന്നുള്ളൂ. ഇത് ഇദ്ദേഹത്തെ ജയിപ്പിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ഇദ്ദേഹം പ്രസംഗിക്കുന്ന കാര്യമാണ്. സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ഇതാണ് ആദ്യത്തെ ടോക്ക് എന്ന് പറയുന്നത്. ഇതിന് ശേഷം പുള്ളി ഇത് പദ്ധതി ഞങ്ങൾ അറബിക്കടലിൽ എഴുതും എന്നുള്ളത് ഈ പ്രസംഗത്തിൽ തന്നെ പുള്ളി പറയുന്നുണ്ട്. ഇപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് മറ്റൊരു ഡയലോഗാണ്. ആ ഡയലോഗ് കൂടി ഞാനിപ്പോൾ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. എന്തായിരുന്നു എന്ന് നിങ്ങൾ തന്നെ കാണിച്ചതാണല്ലോ. ആ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്ത സമീപനങ്ങളിൽ ഞങ്ങൾക്ക് അന്നൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെൻറ് ഒരു പ്രൊസീജിയറാണ്. ഒരു മുഖ്യമന്ത്രി അത് VD സതീശനായാലും അത് പിണറായി വിജയനായാലും ഒപ്പിടുന്നത് അവരുടെ വ്യക്തിപരമായ ഒപ്പല്ല, സർക്കാരിൻ്റെ ഒപ്പാണ്. സർക്കാർ ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയിൽ ഒരു കാര്യം വരുന്ന ദിവസം തന്നെ അവസാനിപ്പിക്കാനും കരാറുകൾ റദ്ദ് ചെയ്യാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സമിതിയെ വെച്ചിരിക്കുന്നു. ആ സമിതിയുടെ നിരീക്ഷണം വരട്ടെ, വന്നതിന് ശേഷമാണ് അതിൻ്റെ ഫൈനലൈസ് ചെയ്തിട്ട് ആ കാര്യം പറയാൻ കഴിയും. ഇപ്പം നിർത്തിവെക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നത് നിങ്ങൾ പറയുന്ന ഒരു ഭാഷയാണ്. കാരണം അത് സാങ്കേതികമായ പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, അദ്ദേഹത്തിന്റെ സാങ്കേതികമായ അഭിപ്രായമാണ്. പ്രചരണ സമയത്ത് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു UDF അധികാരത്തിൽ അറബിക്കടലിൽ വലിച്ചെറിയുമെന്നൊരു പ്രചരണ രംഗത്ത് വലിയ ആക്ഷേപം CPM-നെതിരെ ഉന്നയിച്ചു. ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, പ്രചരണ സമയത്ത് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു ഈ ഒപ്പിട്ട പദ്ധതി അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിനെന്തായി എന്നുള്ളതാണ്. അപ്പോൾ ഷാജിയുടെ ദയനീയത തുളുമ്പുന്ന ആ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ഒപ്പിട്ടിരുന്നെങ്കിലും ആ ഗവൺമെന്റ് അതിൽ നിന്ന് പിന്നോട്ട് പോയി ആ പ്രൊസീജിയേഴ്സിലോട്ട് കടന്നിട്ടില്ല എന്നതാണ്. ആ ഫണ്ട് SSKയുടെ ഭാഗമായി ന്യായമായി സംസ്ഥാനത്തിന് കിട്ടേണ്ടതെന്നാണ്. ഇപ്പൊ അതാണ് UDF ഏറ്റുപിടിക്കുന്നത്. അത് കൈരളിയുടെ പ്രത്യേകമായ ഒരു നിരീക്ഷണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ അതെന്താണെന്ന് വെച്ചാൽ, സുപ്രീം കോടതി ഗവൺമെന്റിനെ തടഞ്ഞു വെച്ച പണം 90 കോടി രൂപ തടഞ്ഞു വെച്ചു. ആ തടഞ്ഞു വെച്ച പണം ഇതിൽ ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുകയും ഒപ്പിട്ട ശേഷം സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതമായിട്ടുള്ള ആ പണം ഇവിടെ വരികയും ചെയ്യും. അതതിന്റെ വസ്തുതാപരമായ കാര്യം. ഞങ്ങളത് പരിശോധിക്കുകയും ചെയ്തു. ഏത് ഫണ്ടായാലും ആ ഫണ്ട് ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. PM ശ്രീയിൽ ഒപ്പിട്ടാലേ കൊടുക്കുള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞു. ഒപ്പിട്ടതിന് ശേഷം ആ പണം കൊടുക്കും. ആ ഫണ്ടിന് PM ശ്രീയുമായി യാതൊരു ബന്ധവും വേറെ ആർക്കും അല്ല, അത് അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചില വാചകങ്ങൾ എടുത്തിട്ട് ഈ അറബിക്കടൽ എന്നൊക്കെ ചോദിക്കണമായിട്ടുള്ള വർത്താനാണത്. രാഷ്ട്രീയത്തിൽ പറയണത് പുസ്തകം കൊണ്ട് അറബിക്കടലിൽ അറിഞ്ഞാൽ അവസാനിക്കൂലല്ലോ. അതൊക്കെ പ്രസംഗത്തിലെ ചില പ്രയോഗങ്ങളാണ്. സാമാന്യമായ യുക്തിക്ക് മനസ്സിലാവും, രാഷ്ട്രീയം ഉണ്ടായാൽ മനസ്സിലാവില്ല. അത് അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗത്തിന്റെ പ്രശ്നമാണ്. കമ്മിറ്റഡ് ഞാൻ പറഞ്ഞ പോലെയാണ്. ഒരു ഗവൺമെന്റ് അറബിക്കടലൊക്കെ വെറും പ്രയോഗങ്ങളാണ്. അതൊന്നും കേട്ടിട്ട് നിങ്ങളാരും ആവേശഭരിതരാവേണ്ട. പുസ്തകം കൊണ്ട് അറബിക്കടലിൽ എറിഞ്ഞാലും ഇതൊന്നും അവസാനിക്കില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് താങ്കൾ കൊണ്ട് അറബിക്കടലിൽ എറിയുമോ എന്നുള്ളതല്ല, പക്ഷേ താങ്കൾ ഈ പദ്ധതി വേണ്ടെന്ന് വെക്കും എന്നുള്ളതാണ്. വേണ്ടെന്ന് വെക്കാൻ കഴിയുമായിരുന്നു. ക്യാപ്റ്റൻ അബേൻസ്, അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങളത് നടത്തുന്നില്ല, മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞ്. ഇത് 2027 ഈ പദ്ധതി കൂടി തീരുമെൻ്റെ ഷാജി. അപ്പോൾ അതുകൊണ്ട് പിന്നെയും ആളെ പൊട്ടറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്ത് ചെയ്യല്ലേ, ഒരു പ്രസംഗം കൊണ്ട് ആളെ മണ്ടറാക്കി, ഇനിയും മണ്ടറാക്കാൻ വേണ്ടി ശ്രമിക്കല്ലേ. എന്നാലും ബാക്കിയുള്ള ദയനീയമായിട്ടുള്ള വളരെ ആർജവം കുറഞ്ഞ ആ ടോക്ക് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഗവൺമെന്റ് അസൈൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ഉത്തരവാദപ്പെട്ട മിനിസ്റ്ററാണ്. എനിക്കിപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത ഒരു സമീപനത്തെ ഒറ്റയടിക്കത്തിൽ നിന്ന് മാറിപ്പോരാൻ കഴിയില്ല. അതിന് സമയമെടുക്കും. 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിനകത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട 2 പോളിസി ഉണ്ട്. ഒന്ന് ഐഡിയോളജിക്കലി നമുക്ക് ബാധകമാകുന്ന, പ്രത്യേകിച്ച് PM ശ്രീയെ പോലെ നമ്മളുടെ ക്യാമ്പസുകളിലേക്ക്, നമ്മളുടെ സിലബസുകളിലേക്ക്, നമ്മളുടെ കരിക്കുലത്തിലേക്ക്, നമ്മൾ വിചാരിക്കുന്ന നിരീക്ഷണങ്ങളിലേക്ക് കടന്നു കയറുന്ന ആശയപരമായ പ്രശ്നങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുകളുണ്ടാകും, സ്വാഭാവികമാണ്.
അതേസമയത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ പണത്തും വേണ്ടെന്ന് പറയുന്ന തരത്തിലേക്കുള്ള സമീപനം ഞങ്ങൾ എടുക്കില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് സെൻട്രൽ ഗവൺമെന്റിൽ അവരുടെ സ്വന്തം പൈസ അല്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ മേഖലകളിലുള്ള പിന്നെ നോർത്തിൽ നിന്ന് സൗത്തിലുള്ള സ്റ്റേറ്റുകൾക്ക് അവർ കൊടുക്കുന്ന ടാക്സിന്റെ വീതം പോലും കൃത്യമായിട്ട് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കെ അത് പരമാവധി വാങ്ങിയെടുക്കുക എന്നുള്ളത് ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ പോളിസി വൈസ് ആയിട്ട് ചില കാര്യങ്ങൾ അതാണ് PMC എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പിക്ചർ വെച്ചിട്ടില്ലെങ്കിൽ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആദ്യം LDO കൊടുക്കില്ല, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സത്യത്തിൽ പിന്നീട് അത് എല്ലാ ഹോസ്പിറ്റലുകളും പോയാൽ കാണാം, എല്ലാം അവിടെ ചിത്രം വെച്ചിരിക്കുന്നു, പണം വാങ്ങി. അതിനെ ആക്ഷേപിക്കാൻ ഞങ്ങൾ വരാതിരിക്കുന്നത് അത് ഐഡിയോളജിക്കൽ പ്രോബ്ലം അല്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ പിന്നെ പലതരത്തിൽ പേരുകളിൽ സ്കീമുകൾ ഉണ്ടാക്കും. നമ്മൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്തും അത്ര സ്കീമുകൾ വന്നിട്ടുണ്ട്. ഇന്ദിരാവാസ് യോജന എന്നൊക്കെ പറയുന്ന പല സ്കീമുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള പിടിവാശികൾ അതിൽ നിന്ന് ഒഴിവാക്കുക. പക്ഷെ PMC അങ്ങനെ അല്ല. PMC ഞാൻ പറഞ്ഞു അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് തന്നെ കാണുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ രീതി, ആ രീതിയോടാണ് ഞാൻ പറയുന്നത്. അതെന്തെന്ന് വെച്ചാൽ ഒരു മാസത്തിനകത്ത് ഒരു സാധനം റദ്ദ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ഒരു ഗവൺമെന്റിന് കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് സമയം അനുവദിച്ച് തരണം എന്നാണ് ഞാൻ പറയുന്നത്. അത് മീഡിയകളായാലും ആരായിരുന്നാലും അത് നിങ്ങൾ ഓരോ മാസം ആകുമ്പോഴത്തേക്ക് വന്നിട്ട് എന്താ ഒപ്പിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, VD സതീശൻ ഒപ്പിടുന്നതും സഖാവ് പിണറായി വിജയൻ ഒപ്പിടുന്നതൊക്കെ അവരുടെ സ്വന്തം ഒപ്പല്ല, സ്റ്റേറ്റിന്റെ ഒപ്പാണ്. സ്റ്റേറ്റ് എടുക്കുന്ന ഒരു കരാറിൽ, സ്റ്റേറ്റ് ഒപ്പ് വെക്കുന്ന ഒരു കരാറിൽ നിന്ന് അങ്ങനെ നമ്മളുടെ ഒരു പിന്നെ വൈരാഗ്യ ബുദ്ധി കൊണ്ട് ഇറക്കി പോരാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് അതിനകത്ത് ചില നിബന്ധന ഞാൻ പറഞ്ഞു. നമ്മുടെ കരിക്കുലത്തെ, നമ്മളുടെ സിലബസിനെ, നമ്മളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ കൾച്ചറിനനുസരിച്ചുള്ള ഒരു പാഠ്യപദ്ധതി കേരളത്തിൽ എന്തായാലും ഉണ്ട്. ആ പാഠ്യപദ്ധതികൾക്ക് അനുസൃതമായിട്ട് വരാവുന്ന ഒന്നിനെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. അല്ലാതെ അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ, അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സമയം ആവശ്യമുണ്ടാവും. ഷാജി ഇതിലും നമ്മളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഷാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടത്തണോ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ കണ്ടീഷൻസ് അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് അത് സമ്മതിച്ചു കൊടുക്കുമെന്നാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കോൺഗ്രസിന് ഇതിലൊരു നിലപാടില്ല. രാജസ്ഥാനിലടക്കം, കർണാടകയിലടക്കം, തെലങ്കാനയിലടക്കം നിരവധി സ്ഥലങ്ങളിൽ, കർണാടകയിൽ മുൻ BJP സർക്കാരാണ് സൈൻ ചെയ്തത്. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ സർക്കാരുകളും സൈൻ ചെയ്ത് കഴിഞ്ഞൊരു കാര്യം കേരളത്തിൻ്റെ മാത്രം, ആകെ ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഏതാണ്ട് 3-3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഗവൺമെൻറ് മാറ്റിക്കൊടുക്കുമെന്നാണ് ഷാജി പറയുന്നത്. പിന്നെ ഷാജി പറയുന്നത് ഇപ്പോഴും തീരുമാനം എടുത്തിട്ട് നമ്മൾ സബ് കമ്മിറ്റിയിൽ വെച്ചിട്ടുണ്ട്. തീരുമാനം എടുത്തിട്ടുണ്ട് ഷാജി. സബ് കമ്മിറ്റീനെ വെച്ചേക്കണത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് കരിക്കുലം തീരുമാനിക്കാൻ പറ്റും, കരിക്കുലം നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. സ്കൂളുകൾ തീരുമാനിക്കേണ്ടത് നമ്മളാണെന്നാണ്. അത് ഷാജിയുടെ അല്ല, അത് VD സതീശൻ്റെ തരികിടയാണ്. കാരണം എന്താ, ആ VD സതീശൻ പറഞ്ഞേക്കണത് സ്കൂളുകൾ നമ്മൾ തീരുമാനിക്കുമെന്ന്. എന്തൊരു കണ്ടീഷനാണെന്ന് നോക്കണേ. ശരിക്കും പറഞ്ഞാൽ എന്തൊരു കണ്ടീഷനാണ്. കാരണം അത് അല്ലെങ്കിൽ തന്നെ സ്കൂളുകൾ തീരുമാനിച്ചു കൊടുക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആളെപ്പൊട്ടറാക്കണ കണ്ടീഷൻ പറയല്ലേ നിങ്ങൾ. രണ്ടാമത്തെ തീരുമാനം കരിക്കുലം നമ്മൾ തീരുമാനിക്കുന്നു. കരിക്കുലവും നിങ്ങൾ തീരുമാനിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, അത് അതിനകത്ത് തന്നെ ഉള്ളതാണ്. പക്ഷെ ആകെ ഉള്ളത് ഇത് NEPയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഫ്രെയിംവർക്കിനകത്തായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കണം എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങളറിയേണ്ടത് ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ടാണ് ഇത് എടുക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ഷാജി ഇപ്പോൾ പറഞ്ഞു വന്ന് അവരെ കൂടി ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? ആ ഷാജി പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റൊക്കെ ഇതുപോലെ ഇന്ദിരാ ആവാസ് യോജന പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അതുപോലെ തന്നെ അവർ കൊണ്ടുവരും, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയണത്. അപ്പം നിങ്ങൾ പ്രസംഗിച്ചത് ആളെ പറ്റിക്കാനായിരുന്നു എന്നുള്ളത് പറയണം. ഇപ്പം ആരൊക്കെ തമ്മിലാണ് ഡീൽ എന്നുള്ളത് കൂടി ഷാജി പറയണം. എന്താണെങ്കിലും വളരെ സൗണ്ട് കുറഞ്ഞ ഫീബിളായിട്ടുള്ള ദയനീയമായിട്ടുള്ള കരച്ചിൽ നമുക്കൊന്നുകൂടി കേൾക്കാം. സ്വാഭാവികമായ സമയം ആവശ്യം ഉണ്ടാവും. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമില്ല. ഒരു ദിവസം വന്ന് പിറ്റേന്ന് ഇദ്ദേഹം ചോദിക്കണത് അറബിക്കടലിൽ ഇറങ്ങിയില്ലെന്നൊക്കെ ചോദിച്ചാൽ ഒരു പ്രസംഗത്തിനകത്ത് അറബിക്കടലിൽ ഇറങ്ങിയില്ല, അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരികയാണ്. അറബിക്കടലിൽ കൊണ്ടിട്ട് പിന്നെ സർക്കാരിനെ കരാർ അറിയാൻ പറ്റും. അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗം ഉണ്ടാവും. അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. ഒരു വളരെ സീരിയസ് ആയിട്ട് ഒരു മീഡിയയുടെ അകത്തിരുന്നിട്ട് പിന്നെ കൈരളിക്ക് ചോദിക്കാം. നിങ്ങൾ ഇവിടെ പുള്ളി പറയുന്ന അടുത്ത ഏറ്റവും ഗുരുതരമായ കാര്യമുണ്ട്. അതൊക്കെ തെരുവിൽ പറയുന്ന രാഷ്ട്രീയമാണ്. അപ്പോൾ തെരുവിൽ പറയുന്ന രാഷ്ട്രീയത്തിന് ഒരു ആത്മാർത്ഥയില്ലെന്നാണ് പറയണം. തെരുവിൽ പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾ വെറുതെ പറയുന്നതാണ്, ഞങ്ങൾക്കൊരു ആത്മാർത്ഥയില്ലെന്ന് പറയണം. പണ്ട് അമിത്ഷാ ചോദിച്ച പോലെ ഈ പ്രകടന പത്രികയൊക്കെ നടപ്പിലാക്കാനുള്ളതാണെന്ന് ചോദിച്ച പോലെ തന്നെയാണ് ഷാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതല്ലാതെ സീരിയസ് ആയിട്ട് നമ്മൾ പറയുന്ന വേറെ കാര്യങ്ങളല്ല, അല്ലാതെ തെരുവിൽ പറയുന്നത്. അപ്പം തെരുവിൽ നിങ്ങൾ ജനങ്ങളോട് സംവദിക്കുന്നത് മുഴുവൻ പറ്റിക്കാനാണെന്ന് ഷാജി പച്ചനെ സമ്മതിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിന് റൈറ്റ് ഉണ്ട്, ഞാൻ ചോദിച്ചോളൂ, ഞാൻ പറയേണ്ട ഞാൻ തീരുമാനിക്കണം. അപ്പൊ അതുകൊണ്ടാ ഒരു വളരെ സീരിയസ് ആയിട്ട് ഒരു മീഡിയയുടെ അകത്തിരുന്നിട്ട് പിന്നെ കൈരളിക്ക് ചോദിക്കാം, നിങ്ങൾക്ക് അതിന് റൈറ്റ് ഉണ്ട്, ഞാൻ ചോദിച്ചോളൂ, ഞാൻ പറയേണ്ട ഞാൻ തീരുമാനിക്കണം. അപ്പൊ അതുകൊണ്ടാ ഇതിന് മറുപടി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് ശരിക്കും പറഞ്ഞത്. അതിനെപ്പുറത്തൊന്നും പറയാനില്ല. കാരണം ഇതൊക്കെ നേരത്തെയും ചെയ്യുന്നു, ഞങ്ങൾ അതിനോട് വിയോജിക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ ഇതേ സാധനം ഇടതുപക്ഷം ആവേശത്തോട് പോകും. പക്ഷേ അത് അവരുടെ പണിയാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭരണപക്ഷത്തെ അതിനിശ്ചിതമായി വിമർശിക്കുക എന്ന് പറയുന്നത് അവർ ചെയ്യേണ്ടുന്ന രാഷ്ട്രീയ ധർമ്മമാണ്, രാഷ്ട്രീയമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഞങ്ങൾ അതിന് വളരെ കൃത്യമായിട്ട് മറുപടി പറയാമെന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ കറക്റ്റ് ചെയ്തു പോകുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞങ്ങളതിനെ ആ വിമർശനത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ഈ മനുഷ്യനെ എങ്ങനെ ആളുകൾ വോട്ട് ചെയ്യും, എങ്ങനെ പ്രസംഗം കേൾക്കുമെന്ന് നിങ്ങളൊന്ന് പറ. പ്രസംഗത്തിൽ പറയുന്ന കാര്യമൊക്കെ അത്ര ഗൗരവമില്ലാത്ത കാര്യമാണ്. അതൊക്കെ തെരുവിൽ പറയുന്ന രാഷ്ട്രീയമല്ലേ. ഇപ്പം എൻ്റെ പൊന്നു ഷാജി, തെരുവിൽ പറയുന്ന രാഷ്ട്രീയമാണ് ഏറ്റവും ഗൗരവത്തിൽ പറയേണ്ടത്. കാരണം അത് നിങ്ങൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതാണ്. അല്ലാതെ നിങ്ങൾ മറ്റേ മുറിയടച്ചിട്ട് അകത്തിരുന്ന് 5 പേര് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തിനല്ല നിങ്ങൾക്ക് സീരിയസ്നെസ് വേണ്ടത്. അതിനല്ല നിങ്ങൾക്ക് ആത്മാർത്ഥത വേണ്ടത്. അത് നിങ്ങളുടെ തക്കിട തരികിട രാഷ്ട്രീയം പറയാം. പക്ഷെ നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ ഏറ്റവും ഗൗരവത്തോടുകൂടി കാണുന്നത് ഈ തെരുവിലുള്ള സാധാരണക്കാരായ ജനങ്ങളോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ്. അത് കൂടാതെ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിങ്ങൾ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. അതിലെ ഉറപ്പുകളാണ്. ആ ഉറപ്പുകൾ ജനം വിചാരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഈ പെട്ടി കൊണ്ടായിട്ട് അറബിക്കടലിൽ താഴ്ത്തിയില്ലെങ്കിലും നിങ്ങളത് വേണ്ടെന്ന് വെക്കുമെന്നാണ്. അത് വേണ്ടെന്ന് വെച്ചിരുന്നു 19 ദിവസത്തിന് ശേഷം ഒരു ഗവൺമെൻറ്. അത് ക്യാപ്റ്റൻ അബയൻസ് ആണ്. അവർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് സമ്മതിച്ചാൽ പോലും അത് ക്യാപ്റ്റൻ അബയൻസ് ആണെന്ന് പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അവരൊന്ന് ഒപ്പിട്ടതിനെ പോലും നിങ്ങൾ എന്ത് ചെയ്തു? നിരാകരിച്ചവരാണ്. പിന്നെ ഷാജി ഇതിൽ സമ്മതിച്ചു തരാത്തൊരു കാര്യം, ഗവൺമെൻറ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇത് ഞങ്ങൾ തുടരാൻ നിർബന്ധിതരാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തുടരുമെന്നല്ലേ ഷാജി? ഇനിയും ഈ ആളെ പറ്റിക്കുന്ന പണി ചെയ്യല്ലേ പ്ലീസ്. ഓക്കെ. തെരുവിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് കൈയടിച്ച ഈ പറയുന്ന പോലെ വോട്ട് ചെയ്ത നിങ്ങൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുള്ള നിഷാദ് റാവുത്തറിനും അജീബ്സിനും മനസ്സിലായി. ഇനി പതുക്കെ പതുക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വികാരപരമായിട്ടുള്ള പ്രസംഗമൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പല തള്ളും കേട്ടിട്ടുണ്ട്. താങ്കളും സതീശനും കൂടി ഒരുമിച്ചൊരു, താങ്കളൊക്കെ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി താങ്കൾ പറഞ്ഞ തന്ത്രമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. താങ്കളും സതീശനും കൂടി ഒരു റൂമിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആർക്കാണ് ഷാജി അറിയാൻ പാടില്ലാത്തത്? നിങ്ങൾക്ക് രണ്ടുപേരും 2 റൂമിലായിരിക്കും കിടന്നുണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ 2 പേരും MLA-മാരാണ്. എവിടെ യാത്ര ചെയ്താലും നിങ്ങൾക്ക് റൂം കിട്ടും. നിങ്ങൾ സെപ്പറേറ്റ് റൂമുകളിലായിരിക്കും എന്നൊക്കെ നമുക്ക് അറിഞ്ഞൂടെ. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ നിസ്കരിക്കാൻ പോകുമ്പോൾ സതീശന് പ്രശ്നമില്ല. കൂടാതെ സതീശൻ ആ സമയത്ത് പൂജാ സാമഗ്രികളുമായിട്ട് അപ്പുറത്ത് പോയി പൂജ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ ഒരു മതവികാരത്തെയൊക്കെ ഈ പറയുന്ന പോലെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് അധികാരത്തിലെത്തിയല്ലോ. ഇനി ഈ 5 കൊല്ലമെങ്കിലും നമ്മളെ പറ്റിക്കാതിരിക്കുക. എന്താണെങ്കിലും ഇപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ സത്യങ്ങൾ കുറച്ചെങ്കിലും തുറന്ന് പറഞ്ഞതിന് വളരെ നന്ദി.